ഹായ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കത്തുന്നില്ലേ? ഞാനിത് തന്നെയല്ലേ പറഞ്ഞത്, കത്തിപ്പൊളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. പിന്നെ മോഹൻലാൽ ഹോസ്പിറ്റലാണെന്ന് പറയണം. അതിനും ഇതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷേ ഈ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ഇത് കത്തി പടരും എന്ന് ഞാൻ പറഞ്ഞില്ലായോ? അതുപോലെ വന്നില്ലേ? പിന്നെ ഇതിനെപ്പറ്റി ഒരു ചുരുക്കം പറയാമോ എന്ന് ചോദിച്ചിരുന്നു. ചുരുക്കം പറയാനായിട്ടൊന്നുമില്ല. അതിനകത്തെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് കാലങ്ങളായി അനുഭവിക്കുന്നുണ്ട്. WCC ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം ശരിയാണ്. ചില പെൺകുട്ടികളെ നമ്മൾ വളരെ ലൈറ്റായി കാണും, ചിലരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അന്ന് ഈ WCC രൂപീകരിച്ച സമയത്ത് അവർ നേരിട്ട കുറേയധികം ബുദ്ധിമുട്ടുകൾ? ഒരു പക്ഷേ ആശിപ്പുറത്താണെങ്കിൽ പോലും നമ്മുടെ രേവതി അന്ന് സ്ട്രോങ് ആയിട്ട് അതിനെതിരെ പറഞ്ഞിരുന്നു. ചില നടിമാർ അല്ലെങ്കിൽ 3 നടിമാർ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കിയതെന്ന് ആരായിരുന്നു? മോഹൻലാൽ അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വളരെ വ്യസന സമേതം നമുക്കൊപ്പം ജോലി ചെയ്ത ആൾക്കാരെ അവരുടെ പേര് വിളിച്ച് പറയാൻ പോലും സാധിക്കാത്ത വണ്ണം അവരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പരാതികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു കമ്മിറ്റിയെ പറ്റി പറയാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2-3 ദിവസം മുമ്പേ പറഞ്ഞത് കത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം അത്ര മാസീവായിട്ടുള്ള ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയണതാണ് സഹനടിമാർ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ന്യൂ കമേഴ്സിന് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല. വലിയ നടിമാർക്ക് മാത്രമാണ് കരവാനുള്ളത്, അവിടെയാണ് ബാത്റൂം സൗകര്യം, ടോയ്ലറ്റ് സൗകര്യമില്ല. ഇതൊക്കെയാണോ പരാതികൾ? ഇതിനൊക്കെയാണോ പരാതി എന്ന് പറയാം? പിന്നെ അവരെ മണിക്കൂറുകളോളം അവരെ ബാത്റൂമിൽ പോകാൻ അനുവദിക്കാതെ, വെള്ളം കുടിക്കാൻ പറ്റാതെ അവരെ നിർത്തി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. സഹനടികളെന്നോ പിന്നെ ജൂനിയേഴ്സ് എന്നോ ഒക്കെ അവകാശപ്പെട്ടുണ്ട്. അത് പറയുന്നുണ്ട്. അതല്ലല്ലോ ഇതിൻ്റെ മെയിൻ റീസൺ. അനുവദിച്ചു കൊടുക്കുക. സെക്ഷൽ അസാൾട്ടാണ് മെയിൻ. അത് അനുവദിച്ചു കൊടുക്കാത്തവരെ മുൻപോട്ട് വരാൻ സമ്മതിക്കത്തില്ല. ചിലർ കാണിക്കുന്ന വൃത്തികേടുകളെ പറ്റി ചൂണ്ടിക്കാണിക്കുകയോ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയോ ചെയ്താൽ ഫീൽഡ് ഔട്ട് ആക്കുന്നുണ്ട്. അതും ഒരു കാര്യം. കല അതൊരു അനുഗ്രഹീത കാര്യമാണ്. അത് എല്ലാവരെ കൊണ്ട് സാധിക്കത്തില്ല. ഇപ്പം നമ്മളടുത്തൊക്കെ ഒന്ന് അഭിനയിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഇത്രയും മനുഷ്യർക്ക് മുമ്പിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു കഥാപാത്രത്തിനെ മുഴുവൻ മനസ്സിലാക്കി ആ കഥാപാത്രമായി ഇറങ്ങി നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് ചെയ്യുന്നത് ഒരാളുടെ എബിലിറ്റി തന്നെയാണ്, നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ പിന്നിലും കുറച്ച് മനുഷ്യരുണ്ട് എന്നുള്ളതും വസ്തുത. ഇങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ ഏബിളായ ആളുകൾക്ക് സാധിക്കാത്തത് സ്വാഭിമാനം കൊണ്ടാണ്. കാരണം അഭിമാനബോധമുള്ള ഒരു പെണ്ണ് കിടന്നു കൊടുത്തിട്ട് ഞാൻ പോയി അഭിനയിക്കാന്ന് പറയത്തില്ല. ഇപ്പോൾ ഒരുത്തർ ചോദിച്ചു, നിങ്ങൾ കിടന്നു കൊടുത്താണോ നിങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയെന്ന്? ഇത്തരം ചോദ്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു? അവിടെ ആ കിടന്നുകൊടുപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. ഇനി ഇങ്ങനെ ചെയ്യാത്ത പെണ്ണുങ്ങളെ മനഃപൂർവ്വമായി കുടുക്കി കൊണ്ടുപോയി ചെയ്യുന്ന പരിപാടിയുണ്ട്. രഞ്ജിനിയൊക്കെ വെറുതെ കോമാളികളാകാൻ വേണ്ടി ഇതിലേക്ക് എടുത്ത് ചാടി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് മൊമെന്റിൽ മിണ്ടാതിരുന്നെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാകുമായിരുന്നു. കൂടെയുള്ളവർ, അതായത് ഇതിനകത്ത് പെടുമെന്ന് ഉറപ്പുള്ളവർ ഇച്ചിരി പൈസ കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തി കാണിച്ചൊരു ഡ്രാമയാണ്. അത് കുറച്ചുകൂടി ഇതിന് ഇമ്പാക്റ്റ് കൊടുത്തു എന്നതിനപ്പുറം എന്തെങ്കിലും പ്രയോജനമുണ്ടായ പൊതുസമൂഹത്തിൽ കുറച്ചുകൂടെ നാണം കിട്ടും. ഒരു വ്യക്തിമായി നിൽക്കാവുന്ന ഒരു നല്ല സിറ്റുവേഷനെ കൂടെ നശിപ്പിച്ചിട്ട് വെറും ഒരു വേട്ടക്കാരിയായി മാറുകയായിരുന്നു രഞ്ജിനി ഇതിനകത്ത് ഇടപെട്ടപ്പോൾ ചെയ്തത്. ഇതിലെ ഏറ്റവും വലിയ ക്ലാസ് കോമഡി പറഞ്ഞത് ഇവരാരുമില്ല. നല്ല കോമഡി പറഞ്ഞ സജി ചൊറിയാനാണ്. അദ്ദേഹത്തിൻ്റെ ആ കോമഡിയാണ് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായി മന്ത്രിയായിട്ടിരിക്കുകയാണ്. അത് നമുക്ക് അറിഞ്ഞൂടായിരുന്നു, നമ്മളിപ്പോൾ പുതിയ അറിഞ്ഞ വിവരം. എന്നിട്ട് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ എനിക്കങ്ങനെ പരാതിയൊന്നും കിട്ടില്ല. ഇങ്ങനെയൊക്കെ അക്ഷരം തെറ്റാ ഷൊട്ടേന്ന് വിളിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? എത്രയോ പരാതികളെ ഇഗ്നോർ ചെയ്യുന്നു. വനിതാ കമ്മീഷൻ എന്തിനാണെന്ന് അറിയാമോ? ഇതുപോലുള്ള സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നടക്കുന്ന എന്ത് ക്രൈമുകൾ കണ്ടാലും അതിലിടപെടുകയും അതിന് വേണ്ടിയിട്ട് നിയമപരിരക്ഷ കൊടുക്കുകയും സ്വമേധയാ കേസ് എടുക്കുകയും ആ കേസ് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നതിലേക്കായിട്ടാണ് വനിതാ കമ്മീഷൻ എന്നൊരു സംഗതി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന വനിതാ ഫോറം ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവളുമാര് ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. വനിതാ കമ്മീഷന്റെ മെയിൻ കൊണാണ്ടേസാണ്. ഒരാള് ഈ ഇടയ്ക്ക് വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ചിട്ടുണ്ട്, ഖുഷ്ബു. എനിക്ക് ആ സ്ത്രീയെ ഈ ഒരുപാട് പ്രാവശ്യം നമ്മൾ മീഡിയയിലൊക്കെ വന്ന കഥകളെ അറിയുള്ളൂവെങ്കിലും എത്തിക്സ് ഉള്ള ഒരു ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മളുടെ ഗുജറാത്ത് കലാപത്തിൽ മരണപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ നശിപ്പിച്ചവരെ പുറത്തു വിട്ടതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ച സ്വന്തം പാർട്ടിക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ്. വ്യക്തിത്വമുള്ളവർക്കേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയം എന്ത് തന്നെയായാലും ആ രാഷ്ട്രീയത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിത്വമുള്ളവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഖുഷ്ബു ചെയ്തിട്ടുണ്ട്. ഖുഷ്ബു വനിതാ കമ്മീഷൻ അംഗമായിരുന്നു.
ഒരുപക്ഷെ എന്തോ കണ്ടു കാണും, പുള്ളിക്കാരത്തേക്ക് ദഹിക്കാതെ വന്ന് കാണും, പറഞ്ഞു കാണും, അവരോട് വെച്ചൊഴിഞ്ഞ് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സ്വമേധ അവർ വെച്ചൊഴിഞ്ഞ് ഇറങ്ങി വരും. ആർഭാടങ്ങളും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള അംഗീകാരങ്ങളും ആഗ്രഹിക്കാത്തവർക്ക് മാത്രം ശോഭിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിലുള്ള ഈ വനിതാ കമ്മീഷൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കേണ്ടവർ. അല്ലാതെ തങ്ങൾ ഭയങ്കര സംഭവമാണെന്നും തങ്ങൾക്ക് അത്യാവശ്യം പ്രാതിനിധ്യം വേണം, ഞാൻ ഭയങ്കര സംഭവമാണ്, രണ്ടിടത്ത് എനിക്ക് വേദി കിട്ടണം, പ്രസംഗിക്കാൻ വേദി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങളൊന്നും തന്നെ വനിതാ കമ്മീഷന് ശോഭ കൊടുക്കത്തില്ല, ശോഭ കേട് തന്നെയാണ്. അതാണ് ഇതിനകത്ത് വലിയ സത്യം. ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ ഈ പോയിന്റ് എത്ര ബാലിശമാണ് നിങ്ങൾ ഓർത്തു നോക്കൂ. ഒരിടത്ത് ഇങ്ങനൊരു വിഷയം നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് കിട്ടിയ ഒരു മീഡിയയിൽ കൂടി ഇത് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുകയും ആ വിക്ടിമിന് വേണ്ട എല്ലാ രീതിയിലുള്ളതും, അതായത് നിയമമാണെങ്കിൽ നിയമപരിരക്ഷയോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷനോ എന്താന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുത്ത് ഈ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു നടപടി എടുക്കുന്നതിന് ഒരു പുള്ളി പറയുന്നത്, ഞാൻ ഇത്രയും വർഷമായിട്ട് മന്ത്രിയായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു പരാതി ഇതുവരെയും കിട്ടില്ല. പിന്നെ മന്ത്രിയുടെ അടുത്തല്ലേ ഓടി എല്ലാവരും കൂടി ചെല്ലുന്നത്. ഈ പറയുന്ന പുള്ളി പിന്നെ ഈ പറയുന്ന മേഖലയിലേക്ക് ആണ് ഉള്ളത്. പക്ഷെ പരാതി എന്ന് പറയുന്നത് ഈ മേഖലാ മന്ത്രിക്കാണോ പോവുക? സോറി, ഞാൻ ട്രാവലിലാണ്, കട്ടറി വീഴുമ്പോഴുള്ള ഒരു പ്രശ്നമാണത്. അപ്പോൾ മേഖലാ മന്ത്രിക്കാണോ പരാതി കൊടുക്കേണ്ടത്? മേഖലാ മന്ത്രിയുടെ അടുത്തല്ലല്ലോ. അത് ഒരു അറ്റ കൈയാണ്. വേറെ എവിടെയും കേസെടുക്കാത്തടുത്ത് മേഖലാ മന്ത്രിയിലേക്ക് കൊണ്ട് കൊടുക്കും. ഇപ്പം ഏതാണ് നമ്മുടെ റോഡിൻ്റെ പ്രശ്നമാണെങ്കിൽ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഇടയിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയല്ല, നമ്മൾ റോഡിലൊരു കട്ടറുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ആ റിലേറ്റഡ് ആയിട്ടുള്ളതിനല്ലേ കൊടുക്കാൻ പറ്റും. ഇത് സ്ത്രീകളെ അപകടകരമായ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ പറയണത്. അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട രീതി ഇതല്ല. ഈ കമ്മിറ്റി വന്നു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഗവൺമെന്റ് വരും എന്നുള്ളത് ഗവൺമെന്റിന് ഉത്തമ ബോധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ചെയ്തത്. ഇതിലൊരു ഇടപെടൽ വന്നപ്പോൾ മാത്രമാണ് പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഗവൺമെന്റ് ഇറങ്ങി നിന്നത് എന്നുള്ളതാണ് വസ്തുത. ഇനി ഇതെല്ലാം പോകട്ടെ, ഈ രഞ്ജിനി ഇന്നലെ ചോദിച്ചത് ഒരു വലിയ ചോദ്യമാണ്. ഇതിലെ വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ച ഒരു വ്യക്തി, അയാൾക്ക് എന്ത് കാര്യം എന്നാണ് രഞ്ജിനി ചോദിച്ചത്. അപ്പം തന്നെ മനസ്സിലായില്ലേ, രഞ്ജിനി ഒരു വിക്ടിമൊന്നുമല്ല, രഞ്ജിനി നല്ല ഫസ്റ്റ് ക്ലാസ് വേട്ടക്കാരിയാണ്. അത് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ ചോദ്യം മതി. അവരെന്തിന് കേസ് കൊടുത്തു, എന്തിനിത് ഡിലേ ചെയ്തു, എന്തിനിത് ഹൈഡ് ചെയ്യാൻ നിർബന്ധിച്ചു? പുള്ളിക്കാരത്തി വിചാരിച്ചത് പുള്ളിക്കാരത്തിയുടെ ഒറ്റ ഇടപെടലുകൾ കൊണ്ട് മാത്രം ഈ ഒരു വിഷയത്തിൽ പെട്ടെന്നൊരു കാലതാമസം ഉണ്ടാവും. മാത്രവുമല്ല, ഇതുപോലെ വിക്ടിമായിട്ടുള്ള ഇരകളുടെ വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഡീറ്റെയിൽസ് അത് ഹൈഡ് ചെയ്തിട്ട് കൊടുക്കുന്നു. അതും ഹൈഡ് ചെയ്യണം. ആരാണ് വേട്ടക്കാരൻ അവരെയും ഹൈഡ് ചെയ്യണം, അവരുടെ പേരും ഹൈഡ് ചെയ്യണം. ആകെ മൊത്തത്തിൽ എല്ലാം ഒളിച്ചു വെച്ചിട്ട് ഒരു കമ്മിറ്റി അങ്ങോട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇനി നമ്മൾ എടുത്തു വെച്ച് നടത്താൻ പോകുന്ന പുതിയ തരം ഒരു ഹേമ കമ്മീഷൻ എന്നായിരിക്കും പുള്ളിക്കാരത്തി ധരിച്ചത്. ഏതായാലും ഇത്ര പെട്ടെന്ന് ഇത് വെളിച്ചത്ത് വരുമെന്ന് ഞാൻ തീർത്തും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ സന്തോഷം. ഇതിനൊരു ആക്ഷൻ ഉണ്ടാകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉണ്ടാവാൻ പോകുന്നില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പം സജി ചെറിയാൻ പറഞ്ഞു വെച്ച തമാശയിൽ തന്നെ അതുണ്ട്. ഒന്നാമത് അങ്ങേരുടെ അടുത്ത് ഇതുവരെ ആരും പരാതിയായിട്ട് ചെന്നിട്ടില്ല, അത് ശരിയാ. പരാതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പരാതി ഇല്ലാത്തവരാണോ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്? ഇത് ഇങ്ങനെ ഒരു ചൂഷണം അതിനകത്ത് നടക്കുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ റീസെന്റ് ബാംഗ്ലൂർ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു. ബൈക്കിന്റെ പിറകില് ലിഫ്റ്റ് ചോദിച്ച് കയറിയവളെ എവിടെ കൊണ്ടിട്ട് നശിപ്പിച്ചു എന്നാണ് കേസ്. അപ്പോൾ കുറേ അധികം പേര് പറയുന്നുണ്ട് ഇവളോട് താരം ബൈക്കിന്റെ പിറകിൽ കയറാറുണ്ട്. അതിപ്പോൾ അവൻ നശിപ്പിക്കുന്ന പ്രതീക്ഷ വെക്കില്ലല്ലോ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് എൻ്റെയും വാദം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആ പുരുഷനെ ഒരു ലിഫ്റ്റ് ചോദിച്ച പെണ്ണിനെ റേപ്പ് ചെയ്യണം എന്ന് തോന്നിയെടുത്ത് നമ്മളുടെ സ്വത്ത് പൊതുവിലുള്ള സോഷ്യൽ ഒരു ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ മാത്രമുള്ളതാണ്. അവർക്ക് ഫീലിങ്സ് ഇല്ല, അവർക്ക് മനുഷ്യത്വമില്ല, അവർ സഹജീവിയല്ല എന്നൊരു ടോണുണ്ട്. സ്ത്രീകളാണോ നമുക്കിതിങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കാം എന്നൊരിത്. ഇനി ഇതിനകത്ത് പിടിപെടാൻ പോകുന്ന പ്രമുഖർ, ഈ പ്രമുഖർക്കൊക്കെ തന്നെ എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം ഇതാണ്. ഈ പ്രമുഖർക്കൊക്കെ തന്നെ വീട്ടിലുണ്ടാവും. ഇല്ലാത്ത ഒരാളിത് ചെയ്താൽ നമുക്ക് പിന്നെയും പറയാം, അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല, അതുകൊണ്ട് അയാളൊരു റിക്വസ്റ്റ് ചോദിക്കുന്നു, വേണമെങ്കിൽ കൊടുക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വീട്ടിൽ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ഇതുണ്ടായിട്ടും ഇവറ്റുകൾക്ക് ഇതെന്ത് വെറൈറ്റി എന്ന് തോന്നാൻ, എന്താ വെറൈറ്റി ഇവറ്റുകൾ കാണുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല. എനിവേ, ഏതായാലും വിക്ടിമായി നിൽക്കുന്ന കുറച്ച് പേര് 15ഓളം പേരുണ്ടെന്നോ അങ്ങനെയെങ്കിലും പറയണം, അല്ല 15 പേര് ചേർന്ന സംഘമാണെന്ന് പറയുന്നുണ്ട്.
40ഓളം പേര് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീപ്പിൽ നമുക്ക് വിഷയങ്ങൾ അറിയാൻ പറ്റും. ഹേമ കമ്മിറ്റി എന്തായാലും തകർക്കും എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. WCCക്ക് എൻ്റെ സല്യൂട്ട്. എത്ര ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും അവരതിനു വേണ്ടി എഫേർട്ട് എടുത്തു. അതിൽ അവർക്ക് ഫീൽഡ് ഔട്ട് വേണ്ടി വന്നിട്ടുണ്ടാകാം. ഒത്തിരി മാനഹാനി, ഒത്തിരി രീതിയിലുള്ള അവഹേളനങ്ങൾ, അപഹാസ്യതകൾ ഒക്കെ അവർ നേരിട്ട് കാണും. അതൊക്കെ വസ്തുതയാണ്. ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് സൈബർ ബുള്ളിയിങ് ആണ്. പാർവതി തിരുവോത്തിനെയൊക്കെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് മറ്റൊരു നടിയും ഇതേപോലെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരുന്നു സൈബർ ഇടങ്ങളിൽ. അതിൻ്റെയൊക്കെ റീസൺ ഈ പറയുന്ന പ്രമുഖ നടന്മാരുടെ രാഷ്ട്രീയമാണ്. അവർ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയമുണ്ടല്ലോ, അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാത്തവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയപരമായും പ്രശ്നമാണ്, കലാപരമായും പ്രശ്നമാണ്, ആകെ മൊത്തത്തിൽ പ്രോബ്ലമാണ് എന്നുള്ളത് വസ്തുത. താങ്ക് യു സോ മച്ച്.